ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ക്രാഫ്റ്റ് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് സൈക്കിൾസ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അതേ ന്യൂസ് പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ട് മടഞ്ഞെടുത്തിട്ടുള്ള സൈക്കിൾ കേട്ടോ. ഇതും ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ അതായത് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇതും ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നല്ല എന്താ പറയുക, നല്ല കട്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാവുമെന്നുള്ളത് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതും ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് സ്ട്രെയിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വയറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ള വേറൊരു സൈക്കിളാട്ടോ. അപ്പോൾ ഇത് ഞാനത് ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷോ പീസായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 ടൈപ്പ് സൈക്കിൾസ് ആട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാം പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാർബി ഡോളാണ്. ഇതും പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഫേസൊക്കെ ചെയ്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് പേപ്പർ റോൾ ചെയ്തിട്ട് മടഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടോ, ഇത് ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്ത കേട്ടോ. നമ്മുടെ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറിലെ അത് വെച്ചിട്ടാണ് ഈ ഒരു വാഴ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു പഴക്കൊലയും പിന്നെ ആ ഒരു പഴുത്ത ലീഫും ചെയ്തിരിക്കുന്നത് യെല്ലോ കളർ പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഫ്ലവർ ബാസ്ക്കറ്റ് ചെയ്തിട്ടുള്ളത് പേപ്പറിനെ കൊണ്ടാണ്. ഇത് മൊത്തം പേപ്പറാട്ടോ. അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത് പേപ്പർ വെച്ചിട്ട് തന്നെയാണ്. ഇതിൻ്റെ ബാസ്ക്കറ്റ് മാത്രം പേപ്പർ വെച്ച് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത് ക്ലോത്തിലാണ്. ഇതും അങ്ങനെ ഒരു ഷോ പീസ് പോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു ഷോ പീസ് പോലെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ലീഫൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് ഇതുപോലെ മടഞ്ഞെടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലീഫൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത് കളർ പേപ്പർ വെച്ചിട്ടാട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ്. ഇത് ഞാനൊരു വിളക്കിൻ്റെ ആ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു തൂക്കുവിളക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു തൂക്കുവിളക്കിൻ്റെ വർക്ക്. അപ്പോൾ ഇതും ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ ചെയ്തിട്ട് ഞാൻ ഗോൾഡൻ കളറ് സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നിലവിളക്കും ചെയ്തിട്ടുണ്ട്. ഇതുമെല്ലാം ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതും പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു ഷോ പീസ് മാതിരി ചെയ്തെടുത്തിട്ടുള്ള ഒന്നാണ്. പിന്നെ അതുകൂടാതെ ഇതും ഒരു ഷോ പീസ് ചെയ്തിട്ടുള്ളതാണ്. ഇതും ന്യൂസ് പേപ്പറും കാർഡ്ബോർഡും വെച്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത് ക്ലോത്ത് വെച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ വേറൊരു ഇതും ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു തെങ്ങാട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ മണലൊക്കെ ഇട്ടിട്ടൊരു അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം ആയിട്ടുണ്ടാവും. എന്നിട്ടും അങ്ങനെ ഒന്നും ചീത്തയാവുന്നൊന്നുമില്ല നമ്മൾ പേപ്പർ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും. ഇതും പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളൊരു പനയാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ഈന്തപ്പനയും കൂടെ ചെയ്തിട്ടുണ്ട്. അതും പേപ്പർ തന്നെയാണ്. ഇതൊക്കെ ഞാനൊരു എക്സിബിഷന് വേണ്ടിയിട്ട് കുറേ അധികം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെയുള്ള കുറേ ഫ്രണ്ട്സും ഒക്കെ കാണുമ്പോൾ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചെണ്ണം നാട്ടിലൊക്കെ ആയി. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ബുള്ളോ കാർട്ടാണ്. ഇതിപ്പോൾ നമുക്കൊരു ഷോ പീസൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൊരു ബുള്ളോ കാർട്ടാണ്. ഇതും ജസ്റ്റ് ഒരു ഷോ പീസായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ പേപ്പറാട്ടോ.
പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞു വീടും ഒരു കുഞ്ഞു പോണ്ടൊക്കെ ആയിട്ട് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ്. പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ടൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും പ്ലാസ്റ്റിക് കവറാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. ഒരു വോൾ ഹാങ്ങിങ് ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡിൻ്റെതാണ്. പിന്നെ ഇത് ഒരു കീ ഹോൾഡർ ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡും പേപ്പറും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ കാർഡ്ബോർഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ് ആണ്. ഒരു സൈക്കിളിൻ്റെ ഒക്കെ ആക്കിയിട്ടൊരു ഇതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് മോക്കൊരു എന്തൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഇതൊരു ക്യാമൽ ചെയ്തിട്ടുള്ളത് അതും ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇത് ബുർജ് ഖലീഫയും ചെയ്തിട്ടുള്ളത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ്. ഇത് ജസ്റ്റ് ഒരു ഷോ പീസ്. ഇതും ചെയ്തിട്ടുള്ളത് ന്യൂസ് പേപ്പറാണ്. ഇതും അതുപോലെ ജസ്റ്റ് ഒരു വാട്ടർ ഫൗണ്ടൻ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഫോം പ്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു ഫ്ലവർ. ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയത്. ഈ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാട്ടോ ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു ബാസ്ക്കറ്റാണ്. അതുപോലെ ഇതും ചെയ്തിട്ടുള്ളത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ്. ഇത് ഞാനൊരു ചോക്ലേറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ബാസ്ക്കറ്റാട്ടോ ഇത് ചെയ്ത്. നോക്കിക്കാൻ നന്നായിട്ട് മടഞ്ഞെടുത്തിട്ട് അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ ഇത് കാർഡ്ബോർഡ്, നേരിയ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു ഫ്ലാഗും കൊണ്ട് പറക്കുന്ന ഒരു ബേർഡാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മടഞ്ഞെടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഒരു ബോട്ട് ചെയ്തെടുത്തത് അങ്ങനെ ഒരു മുത്തുക്കൊടയുമായിട്ടുള്ള ചെയ്തെടുത്തിട്ടാണ്. ഇത് ജസ്റ്റ് റോൾ ചെയ്തിട്ട് പേപ്പർ റോൾ ചെയ്തിട്ട് ചെയ്തത്. ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്കും കൂടെ ചെയ്തേക്കും കേട്ടോ. പിന്നെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ണിയുടെ ഷേപ്പിൽ പേപ്പർ തന്നെ കേട്ടോ റോൾ ചെയ്ത് മടഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ കുറച്ചധികം ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ ചെയ്തിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. പിന്നെ ഇതും അതുപോലെ മടഞ്ഞെടുത്തിട്ടുള്ളൊരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പശുവിനൊക്കെ പുല്ല് അരിയാൻ പോകുന്ന ആ ഒരു ടൈപ്പിലുള്ള ഒരു ബാസ്ക്കറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. മടഞ്ഞിട്ട് തന്നെയാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഒരു ഷോ പീസായിട്ട് ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാട്ടോ. ഇതും ന്യൂസ് പേപ്പർ തന്നെ റോൾ ചെയ്ത് മടഞ്ഞെടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്. അപ്പം ഇത് ചെയ്തിട്ടുള്ളതും ന്യൂസ് പേപ്പറിൽ തന്നെ കേട്ടോ. ഇതിൻ്റെ ഈ അടപ്പ് ഇങ്ങനെ ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കൂടുതൽ വർക്കുകളും ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ എന്താ പറയുക ലീഫൊക്കെ ചെയ്തിട്ടുള്ളത് ക്ലോത്താണ്. പിന്നെ ഇതും അതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് മടഞ്ഞെടുത്തിട്ടുള്ള പോട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ചെയ്യുന്നത് പേപ്പറിൽ അധികം വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വർക്കുകൾ മൊത്തം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചാനലിൽ കയറി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതൊരു കുഞ്ഞു വോൾ ഹാങ്ങിങ് ചെയ്തതാണ്. ഇതിൻ്റെ ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ്. പിന്നെ ഇത് മോളുടെ വർക്കാട്ടോ. ഇത് മോള് ഒരു വോൾ ഹാങ്ങിങ് ചെയ്തതാണ്. അവളും കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നോക്കിയിട്ട് അവളും കാണും. ഇതും അവളുടെ ഒരു വർക്ക് തന്നെയാണ്. അവൾക്ക് ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതും അവളുടെ വർക്കാട്ടോ. ഇതൊക്കെ അവൾ വരച്ചതാണ്. പിന്നെ ഈ വോൾ ഹാങ്ങിങ്ങും മോളുണ്ടാക്കിയതാണ്. അങ്ങനെ കുഞ്ഞു കുറച്ച് വോൾ ഹാങ്ങിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഈ ഒരു വോൾ ഹാങ്ങിങ്ങും അവൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവൾ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ കണ്ട് അത് തന്നെ ഒന്നും കൂടെ അവളെ വകയായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് പേപ്പർ വെച്ചിട്ട് തന്നെ. ഞാൻ ജസ്റ്റ് ഒരു ഷോ പീസ് എന്നുള്ള പോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെയാണ്. ഇത് ഞാനൊരു മുന്തിരിക്കൊല അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. ഈ കാർഡ്ബോർഡ് ഇതിപ്പോൾ നമുക്ക് ബുക്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന എന്തെങ്കിലും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഹാങ് ചെയ്തിടുകയും ചെയ്യാം. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് ഗാന്ധിജിയുടെ ഒരിത് പേപ്പറിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്ലവറും ബേസും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഫ്ലവേഴ്സൊക്കെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു ആന ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഈ നെറ്റിപ്പട്ടൊക്കെ ചെയ്തിട്ടുള്ളത് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട്. എൻ്റെ കൂടുതൽ വർക്കുകളും വരുന്നത് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് കയറി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് കാണുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ എന്താ പറയുക ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റാണ്. ഇതും അതുപോലെ കുഞ്ഞൊരു അംബ്രലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹാറ്റും ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് അത് വെച്ച് വീവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഹാറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഹാറ്റ് കേട്ടോ. ഇത് വീവ് ചെയ്തെടുത്തതല്ല, ഇത് നമ്മൾ റോൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇത് വീവ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് പോയിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ വോൾ ഹാങ്ങിങ് ആണ്. ഇത് കാർഡ്ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ കാർഡ്ബോർഡിൽ തന്നെ കുറേ വോൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ ചെയ്തെടുത്തിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ് ആണ്. അപ്പം ഇത് ചെയ്തിട്ടുള്ളത് തെർമോക്കോളിൽ ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് കാർഡ്ബോർഡിൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പം ഇതും കാർഡ്ബോർഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.